എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ സീരീസിൽ മാത്സ് ആൻഡ് മെന്റൽ സെക്ഷന്റെ 5ാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും PYQ സീരീസ് റണ്ണിംഗ് ആണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. കാണാത്തവർ അതും ഒന്ന് കയറി കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനിലെ ഫേസ് 1 മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ക്ലാസ് 4 നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നോക്കിയിരുന്നു. ഇന്ന് അതിന്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 53 വരെയുള്ള ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇന്നത്തെ ക്ലാസ്സിലെ 54ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യം നോക്കാം. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729 അതിന്റെ 11ാമത്തെ പദം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോ ഇവിടെ നമ്മളൊരു ജോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ചാണ് പറയുന്നത്. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാലും GP എന്ന് പറഞ്ഞാലും സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. GP തന്നെയാണ് ജോമെട്രിക് പ്രോഗ്രഷൻ, അത് തന്നെയാണ് സമഗുണിത ശ്രേണി. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സീരീസ് ഓഫ് നമ്പേഴ്സ് അതിലാണ്. അതിലെ ഒരു നമ്പറും അടുത്ത നമ്പറും ആ 2 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ, ഏത് 2 നമ്പർ എടുത്താലും അടുത്തടുത്ത 2 നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ ആ ശ്രേണിയിലുടനീളം സെയിം ആയിരിക്കും. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു ശ്രേണി എഴുതാം. 2, 4, 8, 16, 32. ഇങ്ങനെ ഒരു ശ്രേണി പോവുകയാണ്. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെയല്ല 4/2 ചെയ്ത് കഴിഞ്ഞാൽ എന്തോരും 2 വരും. 8/4 ചെയ്താൽ 2 വരും. 16/8 ചെയ്താൽ 2 വരും. അല്ലെങ്കിൽ ഈ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 വരും. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 വരും. 8നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും 16 വരും. അങ്ങനെ അതായത് ഇവിടെ എല്ലാം ഒരു കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 2 ഇവിടെ ഉണ്ട്. കണ്ടോ, എല്ലാ നമ്പറിനും ഒരു 2ന്റെ ഒരു റേഷ്യോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു കോമൺ റേഷ്യോ നിലനിർത്തുന്ന സീരീസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ GP അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ, അതുമല്ലെങ്കിൽ സമഗുണിത ശ്രേണി എന്ന് പറയുന്നത്. ഒരു GPയുടെ nth ടേം കാണാനുള്ള, n-ാം പദം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു GPയുടെ n-ാം പദം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AN എന്നാണ്. ഇത് നോക്കിക്കേ, ഈ ശ്രേണിയിലെ ആദ്യത്തെ പദമാണ് 2. ഇതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ A1 എന്ന് പറയും. ഇതിലെ 1ാമത്തെ പദം. 4 എന്ന് പറയുന്ന ശ്രേണിയിലെ 2ാമത്തെ പദമാണ്. അതിന് നമുക്ക് A2 എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ശ്രേണിയിലെ n-ാം പദം ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ n-ാം പദം AN കാണാനുള്ള ഇക്വേഷൻ ആണ് AN is equal to AR raised to n-1. n-ാം പദം AN is equal to AR raised to n-1. അതില് A എന്ന് പറഞ്ഞാല് ശ്രേണിയിലെ ആദ്യ പദമായിരിക്കും. ശ്രേണിയിലെ ആദ്യ പദമാണ് A എന്ന് പറയുന്നത്. അപ്പോ ഈ ശ്രേണി എടുക്കുകയാണെങ്കിൽ ഇതിലെ ആദ്യ പദമാണ് ഏത്? 2 എന്ന് പറയുന്നത്. ഇനി R എന്ന് പറഞ്ഞാല് ആ കോമൺ റേഷ്യോയെയാണ് നമ്മൾ R എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? കോമൺ റേഷ്യോയാണ് നമ്മൾ R എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് റേഷ്യോ എത്രയാണ്? 2. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈഹേർട്ട് ചെയ്യുക. ഒരു GPയുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AN is equal to AR raised to n-1 ആയിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാം പദവും തന്നിട്ടുണ്ട്, 8ാം പദവും തന്നിട്ടുണ്ട്. അത് എത്രയാണ്? യഥാക്രമം 27ഉം 729 അപ്പൊ 5ാം പദം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A5 എന്ന് എഴുതാം അല്ലെ? AN ആണ് n-ാം പദം. അപ്പൊ 5ാം പദം എന്ന് പറയുമ്പോൾ A5. അത് AR raised to n-1 എന്ന് പറയുമ്പോൾ 5 minus 1 എന്നാവും. ദാറ്റ് ഈസ് AR raised to 4 എന്ന് വരും. അപ്പൊ AR raised to 4 നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 27 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ നമുക്കിപ്പോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ തന്നേക്കുന്ന 8ാമത്തെ പദം. അപ്പൊ എങ്ങനെ എഴുതാം? A8. 8ാമത്തെ പദത്തിന്റെ ഇക്വേഷൻ എന്താണ്? AR raised to 8 minus 1 എന്ന് വരും. AR raised to 8 minus 1.
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? AR⁻7. അത് എത്രയാണോ തന്നേക്കുന്നത്? 729 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആണെന്ന് വിചാരിക്കാം. ഇനി 2/1 ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. 2/1 ചെയ്യുമ്പോൾ എങ്ങനെ വരും? AR⁻7/AR⁻4 is equal to 729/27 എന്ന് വരും. ഇതിൽ ഈ എയും ക്യാൻസൽ ചെയ്യാം. R⁻7/R⁻4 ചെയ്യുമ്പോൾ എത്ര വരും? R³ എന്ന് വരും. അതുപോലെ 729/27 എന്ന് പറഞ്ഞാൽ നമുക്ക് 27ന്റെ സ്ക്വയർ ആണ് 729. അപ്പോൾ ഇത് 27 എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് കിട്ടും? R³ is equal to 27 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ റേഷ്യോയാണ് നമ്മളോട് ചോദിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ നമുക്ക് ആറിന്റെ വാല്യൂ 3 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. 11ാമത്തെ പദം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 11ാമത്തെ പദം എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാം? A11. 11ാമത്തെ പദത്തിന്റെ ഇക്വേഷൻ അപ്പൊ എങ്ങനെ വരും? AR⁻11 എന്ന് പറയുമ്പോൾ AR⁻10 എന്ന് വരും. ഇനി നമ്മൾ നോക്കണം, ഇത് നമ്മൾ PSCക്ക് ആണ് ഇങ്ങനത്തെ ഒരു ചോദ്യം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഇതിന്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അപ്പൊ ഈ AR⁻10 നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ടേംസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ നോക്കിക്കേ, ഈ AR⁻10 ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിയ കുഴപ്പമുണ്ടോ നോക്കിക്കേ. AR⁻7 into R³. അതായത് ഈ R⁻10 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് R⁻7 into R³ എന്ന് എഴുതി. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റൂൾ എന്ന് പറഞ്ഞാല് എക്സ്പോണൻസിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു റൂൾ പഠിക്കുന്നുണ്ട്. A⁻m into A⁻n എന്ന് പറഞ്ഞാല് A⁻m+n ആയിരിക്കും. അതായത് ബേസ് സെയിം ആയിട്ടുള്ള 2 കൃത്യംഗങ്ങളെ നമ്മൾ ഗുണിക്കുകയാണ് എങ്കിൽ ആ ബേസ് അതുപോലെ തന്നെ നിലനിർത്തിയതിനു ശേഷം അവയുടെ പവറുകളെ തമ്മിൽ ആഡ് ചെയ്യുക. A⁻m into A⁻n എന്ന് പറഞ്ഞാൽ A⁻m+n എന്നാണ്. ഇപ്പൊ അതായത് നമുക്ക് ഇവിടെ എഴുതിയത് തന്നെ ഒന്ന് എടുത്ത് എഴുതി നോക്കാം. R⁻7 into R³ എന്ന് പറഞ്ഞാൽ അത് എന്തെന്ന് മാറും? R⁻7 + 3 10 എന്ന് വരും. അപ്പൊ ഈ ഒരു റൂൾ വെച്ചിട്ടാണ് ഞാൻ ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പദങ്ങൾ നമുക്കറിയാം. എന്താ ഇവിടെ നമ്മൾ ഈ AR⁻7 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടതാ ഇവിടെ ഉണ്ട്. അതുപോലെ R³ നമുക്കുണ്ട്. കണ്ടോ, 729 27 നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇനി 729 into 27 ചെയ്താൽ മതി. നമുക്കിനി അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോ നമ്മുടെ ഉത്തരം നമുക്ക് എന്തെന്ന് വന്നു? ഓപ്ഷൻ A 19,683 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ആ GPയുടെ nth ടേം, n-ാം പദം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താണ്? AN is equal to AR⁻n-1. അപ്പൊ ആ ഒരു ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്നതെല്ലാം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാനും അത് കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഒരു വാല്യൂലേക്ക് എത്താനും എന്നിട്ട് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനും പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു ചോദ്യം നമുക്ക് GPയുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ചോദ്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു സമഗുണിത ശ്രേണിയുടെ 3-ാം പദം 24, 6-ാം പദം 192 ആയാൽ 9-ാം പദം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് സമഗുണിത ശ്രേണി. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? GP തന്നെയാണ്, അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം പദങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പൊ GPയുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? AN is equal to AR⁻n-1. അപ്പൊ ഈ തന്നേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തെഴുതാം. 3-ാം പദം 24 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 3-ാം പദം എന്ന് പറഞ്ഞാൽ A3 ആയിരിക്കും. അപ്പോ ഇതെങ്ങനെ വരും? AR⁻3-1 that is equal to AR². AR² എത്രയാണോ തന്നിരുന്നത്? 24. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി 6-ാം പദം 192. 6-ാം പദം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? A6. A6 എന്ന് പറഞ്ഞാൽ AR⁻6-1 ആണ്. എന്ന് പറയുമ്പോൾ അത് AR⁵5 which is equal to എത്രയാണ്? 192. 2 ഇക്വേഷൻ നമുക്ക് കിട്ടി.
ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഇത് ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യും? 2/1 ചെയ്യും. അപ്പൊ എങ്ങനെ വരും? AR⁵5/AR² ഇസ് ഈക്വൽ ടു 192/24. എയും എയും ക്യാൻസൽ ചെയ്യാം, R²ഉം R⁵5ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ R³ എന്ന് വരും LHSല്. ഇനി ഇവിടെ ഇതിനെ വെട്ടി കുറയ്ക്കുമ്പോൾ 24 × 8 ആണ് 192 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് R³ കിട്ടി. R³ ഇസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? 9ാം പദം കണ്ടുപിടിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. 9ാം പദം എന്ന് പറയുമ്പോൾ A9 ആണ്. അതിനെ നമ്മൾ ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? AR⁻9 - 1 എന്ന് വരും. എന്ന് പറഞ്ഞാല് AR⁸8 എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയേക്കുന്ന ഇക്വേഷനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോമിലേക്കൊന്ന് അതുമായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അപ്പൊ ഇതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? AR⁵5 × R³ എന്ന് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. R⁵5 × R³ എന്ന് പറഞ്ഞാൽ R⁵5 + 3 R⁸8 ആണ്. അപ്പൊ നമുക്ക് AR⁵5ന്റെ വാല്യൂവും ഉണ്ട്, R³ വാല്യൂവും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം. AR⁵5 എന്ന് പറഞ്ഞാല് 192 ആണ്, ഇൻറ്റു R³ എന്ന് പറഞ്ഞാല് 8 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 192 × 8 2 16, 8 72 1 73, ശിഷ്ടം 7 1 8 7 15, 1536 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് ചെയ്യേണ്ട രീതി ഒരു 2-3 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തനിയെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 0.004 എത്ര മടങ്ങ് വലുതാണ് 0.1? ഓപ്ഷന് 35, 40, 50, 45. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എത്ര മടങ്ങെന്ന് ചോദിച്ചേക്കണേന് നമുക്ക് എക്സ് മടങ്ങ് വലുതാണ് എന്നങ്ങ് കൊടുക്കാം. എന്നിട്ട് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നോക്കിക്കേ, 0.004 എക്സ് മടങ്ങ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0.18. അതായത് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇതിന് 0.004 എക്സ് മടങ്ങ് വലുതാണ് 0.18. എത്ര മടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് അതിനെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. എക്സ് മടങ്ങ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഈ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു 0.18 ഡിവൈഡഡ് ബൈ 0.004. ഇത് ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പോയേക്കുന്നത്. ദശാംശ സംഖ്യകളുടെ ഹരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത്. നമുക്ക് ദശാംശ സംഖ്യകളെ ഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു എളുപ്പ രീതി പറയാം. ഇപ്പൊ ഇതുപോലെ നമുക്ക് ദശാംശ സംഖ്യകളെ ഹരിക്കുന്നതിനായിട്ട് തന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഈ ദശാംശം മാറ്റിയിട്ട് ആ നമ്പറിനെ എടുത്തെഴുതുക. അപ്പൊ ഇതിനെങ്ങനെ വരും? ഇത് 18/4 എന്നാവും. എന്നിട്ട് നമ്മൾ ഈ ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സ്ഥാനങ്ങൾ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കണം. ഇവിടെ എത്ര ഉണ്ട് ദശാംശം കഴിഞ്ഞിട്ട്? 1, 2. ഇവിടെ 2 സ്ഥാനങ്ങളാണ് ദശാംശം കഴിഞ്ഞിട്ടുള്ളത്. ഡിനോമിനേറ്ററിലോ 1, 2, 3. അപ്പൊ ഈ ദശാംശം കഴിഞ്ഞിട്ട് കുറവ് സ്ഥാനം വരുന്നത് എവിടെയാണ്? ഇവിടെയാണല്ലോ, ന്യൂമറേറ്ററിലാണല്ലോ. അതായത് ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ, ഇവിടെ 3 സ്ഥാനമുണ്ട്. അപ്പൊ എവിടെയാണോ കുറവ് വരുന്നത്, എത്ര എണ്ണം കുറവ് വരുന്നുണ്ടോ അത്രയും എണ്ണം 10നെ നമ്മൾ ആ കുറവുള്ളിടത്ത് സപ്ലൈ ചെയ്യും. അതായത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ കുറവ് വന്നിരിക്കുന്നത് ന്യൂമറേറ്ററിലാണ്. എത്ര എണ്ണത്തിന്റെ കുറവ് വന്നു? ഒരെണ്ണത്തിന്റെ കുറവ് വന്നു. അപ്പൊ ഒരു 10 നമ്മൾ ആ ന്യൂമറേറ്ററിൽ അങ്ങ് സപ്ലൈ ചെയ്യും. അപ്പൊ അതായത് ഇവിടെ ഇൻറ്റു 10. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദശാംശം ഉള്ള സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദശാംശം എല്ലാം പൂർണ്ണമായും ഒഴിവാക്കിയതിനു ശേഷം നമ്പറിനെ അതുപോലെ തന്നെ അങ്ങ് എടുത്തെഴുതുക. എന്നിട്ട് ദശാംശം കഴിഞ്ഞിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര പൊസിഷൻ ഉണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പൊ എത്ര സ്ഥാനം ഉണ്ട് എന്ന് നമുക്ക് കിട്ടുമ്പോൾ എവിടെയാണോ കുറവ്, എവിടെയാണ് കൂടുതൽ സ്ഥാനം ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ കുറവ് സ്ഥാനം ഉള്ളിടത്ത് എത്ര എണ്ണം കുറവുണ്ടോ അത്രയും തവണ നമ്മൾ 10 കൊണ്ട് ആ കുറവുള്ളിടത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇനി ഇതിനെ നമുക്കൊന്ന് വെട്ടി കുറച്ച് നോക്കാം. ഈ 2 4, 9
8 2 18, 2 2, I 2 10. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും 9 into 5 45 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ദശാംശ സംഖ്യകളുടെ ഡിവിഷൻ നിങ്ങൾക്ക് അല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കാം. ഈ ഒരു ചോദ്യം നമുക്ക് ആ ദശാംശ സംഖ്യകളുടെ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് അവിടെ പറഞ്ഞത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യയുടെ വർഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമായാൽ സംഖ്യ ഏത്? അപ്പൊ ഇത് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്യും. സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സംഖ്യയെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അത് 4x. 4 മടങ്ങ് എന്ന് പറയുന്നത് എന്താണ്? സംഖ്യയുടെ വർഗത്തിൽ നിന്നും 96 കുറച്ചതിനോട്. സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ. വർഗത്തിൽ നിന്നും 96 കുറച്ചതിനോട് തുല്യമാണ്. അങ്ങനെയാണ് എങ്കിൽ എക്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ദ്വിമാന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ചോദ്യമാണ്. ഇത് ഇക്വേഷൻ ഒക്കെ വെച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം, പക്ഷെ അതൊക്കെ ഒത്തിരി സമയം പോകും. അപ്പൊ അതിലും നല്ലത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഈ ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് വാല്യൂ ആണ് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? x² - 96 = 4x എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ എയിൽ 10 ആണ് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ 10 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 10² എന്ന് പറയുമ്പോൾ 100, 100 - 96 എന്ന് പറയുമ്പോൾ 4 വരും. ഇനി ഇവിടെ അത് ചെയ്യുമ്പോൾ 4 × 10 എന്ന് പറയുമ്പോൾ 40 വരും. അപ്പൊ അത് രണ്ടും ഈക്വൽ അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ കൊടുത്തേക്കുന്നത് 8 ആണ്. 8ന് നമുക്ക് LHS ഇട്ട് കൊടുക്കാം. x² - 96 എന്ന് പറയുമ്പോൾ 8² 64 വരും. 64 - 96 എന്ന് പറഞ്ഞാൽ 96 ന്ന് 64 പോയാൽ 32. -32 ആണ് നമുക്ക് LHS വരുന്നത്. ഇതിന്റെ RHS എന്ന് പറഞ്ഞാൽ 4x. അപ്പൊ 4 × 8 32 എന്ന് വരും. അപ്പൊ ഇവിടെയും തെറ്റാണ്. ഒന്ന് -32, മറ്റേത് 32. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല നമ്മുടെ ഉത്തരം വരുന്നത്. ഇനി ഓപ്ഷൻ സി 12 നമുക്കൊന്ന് നോക്കാം. 12² - 96, അതായത് 12² എന്ന് പറഞ്ഞാൽ 144 വരും. 144 - 96. 144 96 പോയാൽ എത്ര വരിക? 144 - 96 14 68 3 9 48 എന്ന് വരും LHS. LHS 48 വന്നു. RHS എന്ന് പറഞ്ഞാൽ എന്താ? 4x ആണ്. അപ്പൊ 4 × 12 12 × 4 48 കേട്ടോ. LHS ഉം RHS ഉം നമുക്ക് ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇക്വേഷൻ ഫോം ചെയ്യുക. ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നമുക്ക് ഓരോ ഓപ്ഷനും ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഏത് വാല്യൂവിലാണോ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഇതില് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലത്. അടുത്ത ചോദ്യം. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? ഇത് ഒരു സിമ്പിൾ ചോദ്യമാണ്. നമുക്കിത് ഡയറക്റ്റ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് പോവാം. അല്ല എങ്കിൽ നമുക്ക് ഇക്വേഷൻ വഴിയും ചെയ്യാം. ആദ്യം ഞാനിത് ഓപ്ഷനിൽ നിന്ന് പോകുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ടർ ബോട്ടിലിന്റെ വില 15 രൂപയാണ്. അതുപോലെ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വിലയാണ് 15 രൂപ എന്ന് പറഞ്ഞേക്കുന്നത്. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വിലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയില് കുപ്പിയുടെ വില, അപ്പൊ ബോട്ടിലിന്റെ വില എന്ന് പറയുന്നത് 1.50 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ വെള്ളത്തിന്റെ വില എത്രയായിരിക്കും? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ടറിന്റെ വില എന്ന് പറയുന്നത് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതൽ. അപ്പൊ 12 + 1.50 ആയിരിക്കുമല്ലോ. ഇവിടെ കുപ്പിയുടെ വില 1.50 ആണ്. അതിനേക്കാൾ 12 രൂപ കൂടുതലാണെന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ വില എന്ന് പറയുന്നത് 13.50 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ വാട്ടർ ബോട്ടിലിന്റെ ഫുൾ വില എത്രയായിരിക്കും? W + B എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കൂട്ടി നോക്കാം. 13.5 + 1.5 ചെയ്യുമ്പോൾ 5 5 10 15. അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഇക്വേഷൻ വഴിയായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം.
ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. അതായത് വാട്ടറിന്റെയും ബോട്ടിലിന്റെയും കൂടെ വിലയാണ് എന്തെന്ന് പറയുന്നത് 15 എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പൊ വെള്ളവും കുപ്പിയും തമ്മിലുള്ള ആ വിലയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 12 രൂപയായിരിക്കും. വെള്ളത്തിനാണ് വില കൂടുതൽ കുപ്പിയേക്കാൾ. എത്ര രൂപയാണ് കൂടുതൽ വന്നേക്കുന്നത്? 12 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കുപ്പിയുടെ വിലയാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് രണ്ട് ഇക്വേഷൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനെ 1 - 2 ഒന്ന് ചെയ്യാം. W - W 0 വരും. B - B എന്ന് പറയുമ്പോൾ അത് 2B എന്ന് വരും. 2B = എന്തെന്നാണ് 15 - 12 3. അപ്പോ ബോട്ടിലിന്റെ വില നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 3/2, ദാറ്റ് ഈസ് 1.5 എന്ന് നമുക്ക് കിട്ടും. അതായത് 1 രൂപ 50 പൈസയായിരിക്കും നമ്മുടെ കുപ്പിയുടെ വില. അങ്ങനെയും നമുക്ക് ഓപ്ഷൻ എയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. പിന്നെ രണ്ട് രീതിയിലും നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതൊരു മുൻകാല ചോദ്യമാണ്, നമുക്കൊന്ന് നോക്കാം. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിനു ശേഷം ഒരു കുപ്പിയിലെ പാലിന്റെ 2/3 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എന്നാൽ ചായക്ക് ഉപയോഗിച്ച പാൽ എത്ര ലിറ്റർ ആണ്? അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് ആകെയുള്ള പാൽ എത്രയാണ്? 6 ലിറ്റർ പാൽ. ഈ 6 ലിറ്റർ പാല് ഞാൻ 8 കുപ്പികളിലായിട്ട് ഒഴിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാല് വരും? 6/8. 6/8 ലിറ്റർ പാലായിരിക്കും ഓരോ കുപ്പിയിലുള്ള. ആകെ 6 ലിറ്റർ പാലുണ്ട്. ഓരോ കുപ്പിയിലുമായിട്ട് ഞാൻ ഈ 6 ലിറ്റർ പാല് 8 കുപ്പികളിലേക്കായിട്ട് ഒഴിക്കുകയാണ്. അപ്പൊ ഒരു കുപ്പിയില് 8ൽ 6 ലിറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ 8ൽ 6 ലിറ്റർ പാൽ ഇപ്പൊ ഓരോ കുപ്പിയിലുണ്ട്. എന്നിട്ട് ഈ പാലിന്റെ 2/3 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എന്നാൽ ചായക്ക് ഉപയോഗിച്ച പാൽ എത്ര ലിറ്റർ എന്നാ ചോദിച്ചേക്കുന്നത്. അതായത് ഈ 8ൽ 6ന്റെ 2/3 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ആകെ ഒരു കുപ്പിയിലുള്ള പാല്, ഇത്രയും പാലിന്റെ 2/3 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. അതിന്റെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ നമ്മൾ 2/3 വെച്ച് ഗുണിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 8ൽ 6 × 3/2. ഇതിനൊന്ന് വെട്ടി കുറയ്ക്കാം. 4 2 8, 3 2 6, 3 3 പോകും 1 2. അപ്പൊ എന്ത് വരും? 1/2 ലിറ്റർ ഭാഗം എടുത്താണ് ചായ ഉണ്ടാക്കിയത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ആകെ പാൽ എന്തോരം ഉണ്ടെന്ന് നോക്കി, അത് 8 കുപ്പികളിലേക്കായിട്ട് ഒഴിച്ചു. അപ്പൊ ഒരു കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ 8ൽ 6 ലിറ്റർ ആയിരിക്കും വരുന്നത്. എന്നിട്ട് അതിന്റെ 2/3 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ 8ൽ 6 × 2/3 ചെയ്യുമ്പോൾ എത്രമാത്രം പാൽ എടുത്തു എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1/2 ലിറ്റർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC Voyager നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിന്റെ PDF നോട്ടും അതുപോലെ പോൾ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുക. നമുക്കപ്പോ PYQ സീരീസിന്റെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.